إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم بتقوى الله عز وجل. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകളൊക്കെയും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുത്തു മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ സ്നേഹിക്കണം എന്ന വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നാഭിപ്രായമില്ല. എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ് പ്രവാചകനെ സ്നേഹിക്കണം എന്നത്. സ്നേഹിക്കണം എന്നു മാത്രമല്ല, അങ്ങേയറ്റം സ്നേഹിക്കേണ്ടത് മറ്റെല്ലാത്തിനേക്കാളും, നമ്മുടെ ദേഹേച്ഛകളെക്കാളും, നമ്മളെ കുടുംബങ്ങളെക്കാളും
മറ്റെല്ലാ സൃഷ്ടികളെക്കാളും നാം ഏറ്റവും സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. മാത്രമല്ല, ഒരു മുസ്ലിം ആകണമെങ്കിൽ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് നിബന്ധനയാണ്. പ്രവാചകനോട് സ്നേഹമില്ലാത്തവൻ മുസ്ലിം അല്ല എന്നാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിലേക്ക് ഒരുവന് പ്രവേശിക്കണമെങ്കിൽ ഷഹാദത്ത് കലിമ സ്വീകരിക്കണം. ഒന്നാമത് ചെയ്യേണ്ട അവന്റെ നിർബന്ധ ബാധ്യത അതാണ്. എന്താണ് ഷഹാദത്ത്? ഷഹാദത്തുകൾ രണ്ടെണ്ണമാണ്, നമ്മൾ പറഞ്ഞു. അതൊന്നല്ല. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മാത്രമായാൽ അവന്റെ ഇസ്ലാം മതം അവിടെ പൂർത്തിയാകുന്നില്ല, ശരിയാകുന്നില്ല. അവൻ ഇസ്ലാം എന്ന വളയത്തിനുള്ളിൽ പ്രവേശിച്ചിട്ടില്ല. മറിച്ച് ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അതുകൂടി ശരിയാകേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കണം. പ്രവാചകത്വം നമ്മൾ അംഗീകരിക്കണം, അന്തിമ പ്രവാചകനാണ് എന്ന്. അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമില്ലാതെയുള്ള ഒരു അംഗീകാരമല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ടാണ് അംഗീകരിക്കേണ്ടത്. എന്നാലേ അവൻ മുസ്ലിം ആവുള്ളൂ. ആ ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഷഹാദത്ത് തേടുന്ന ചില തേട്ടങ്ങളുണ്ട്. ഓരോ മുസ്ലിമും അറിയേണ്ടതാണത്. നമ്മുടെ ഷഹാദത്തിന്റെ തേട്ടം, ഷഹാദത്തു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണ്. ആ ഷഹാദത്ത് തേടുന്ന തേട്ടങ്ങളിൽ ഒന്നാണ് താഅതുഹു ഫീമാ അമറ, പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണം, എന്തെല്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ അനുസരിക്കുക എന്നുള്ളത്, ഞാൻ ഷഹാദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വീകരിച്ചു, അംഗീകരിച്ചു എന്നതിന്റെ തേട്ടമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. രണ്ടാമത്തേത് തസ്ദീഖുഹു ഫീമാ അഖ്ബറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ സത്യപ്പെടുത്തണം. അത് സത്യമാണെന്ന് നമ്മൾ അംഗീകരിക്കണം, വിശ്വസിക്കണം. അതിൽപ്പെട്ടതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്ന ആഖിറത്തിലെ സ്വർഗവും നരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അന്ത്യനാളിലെ കാര്യങ്ങൾ, മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ കാര്യങ്ങൾ ഒക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്ന എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കുക എന്നുള്ളത് ഷഹാദത്തിന്റെ തേട്ടമാണ്. അതിൽപ്പെട്ടതാണ് പ്രവാചകന് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നതിൽ യാതൊരു അവകാശവുമില്ല എന്നുള്ള വിശ്വാസം. റുബൂബിയത്ത്, ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം, അത് പരിപൂർണമായും അള്ളാഹുവിന് മാത്രമാണ്. പ്രവാചകൻ അതിന് യാതൊരു അവകാശവുമില്ല. സൂര്യനെ ഉദിപ്പിക്കുന്നതിൽ, അതിനെ കൃത്യസമയത്ത് അസ്തമിപ്പിക്കുന്നതിൽ, മഴ പെയ്യിപ്പിക്കുന്നതിൽ, അങ്ങനെ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളുടെയും അവകാശം അത് അള്ളാഹുവിന് മാത്രമാണ്. പ്രവാചകൻ അതിന് യാതൊരു അവകാശമില്ല എന്ന് വിശ്വസിക്കൽ ആ പ്രവാചകൻ കൊണ്ടുവന്നതിനെ സത്യപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ്. എന്നാൽ നമ്മിൽ ചിലരെങ്കിലും പ്രവാചകന് ആ അവകാശം വകവെച്ചു കൊടുത്തവരുണ്ട്. പ്രവാചക സ്നേഹം എന്ന പേരിൽ പ്രവാചകനോടുള്ള സ്നേഹം അതിര് കവിഞ്ഞ് ആ രൂപത്തിൽ പ്രവാചകന് പ്രപഞ്ചത്തിൽ അധികാരമുണ്ട് എന്ന വിശ്വാസം വകവെച്ചു കൊടുത്തതുണ്ട്. അവർ ഈ ഷഹാദത്തിന്റെ തേട്ടത്തിനെതിര് ചെയ്തവരാണ്. അതേപോലെ തന്നെ ആരാധനയുടെ ഇനങ്ങളിൽ ചിലതും അവർ പ്രവാചകന് വകവെച്ചു കൊടുത്തു. അള്ളാഹുവിന് മാത്രം നൽകേണ്ട, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട, സഹായം തേടേണ്ട കാര്യങ്ങളിൽ ചിലത് പ്രവാചകന് വകവെച്ചു കൊടുത്തു. പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകനോട് സഹായം തേടുന്നു. പ്രവാചക സ്നേഹം എന്ന പേരിലാണെങ്കിലും അല്ല എങ്കിലും അവർ ഷഹാദത്തിന്റെ തേട്ടത്തിനെതിരാണ് അവിടെ ചെയ്യുന്നത്. പ്രവാചകനോടുള്ള സ്നേഹം എന്ന പേരിലാണെങ്കിൽ പ്രവാചകനോടുള്ള സ്നേഹം അവിടെ അതിര് കവിഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളൊക്കെ അത് അതേപടി, അതിൽ കൂട്ടലും കുറയ്ക്കലും ഇല്ല, നമ്മൾ വിശ്വസിക്കുക എന്നത് ഷഹാദത്തിന്റെ തേട്ടത്തിൽപ്പെട്ടതാണ്. മൂന്നാമത്തെ ഷഹാദത്തിന്റെ തേട്ടം വജ്തിനാബു മാ നഹാ അൻഹു വസജറ, പ്രവാചകൻ വിലക്കിയ കാര്യങ്ങളൊക്കെയും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുതെന്ന് പറഞ്ഞോ ഒക്കെ നമ്മൾ ചെയ്യാതിരിക്കണം.
ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു, ഹറാമ് ചെയ്യരുതെന്ന് പറഞ്ഞു, കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞു, മദ്യപിക്കരുതെന്ന് പറഞ്ഞു, മാതാപിതാക്കളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മോട് വിലക്കിയ കാര്യങ്ങളൊക്കെയും നമ്മൾ ഒഴിവാക്കണം. അത് ആ ഷഹാദത്തിന്റെ തേട്ടത്തിൽ പെട്ടതാണ്. നാലാമത്തെ ഷഹാദത്തിന്റെ തേട്ടമാണ് അല്ലാ യുഅ്ബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എന്താണ് ഷഹാദത്തിന്റെ നാലാമത്തെ തേട്ടം? ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന സാക്ഷ്യം വഹിക്കുന്നതിന്റെ തേട്ടത്തിൽപ്പെട്ടതാണ് ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ മാത്രം അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത്. നമുക്ക് തോന്നിയ രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല, പാടില്ല. അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇസ്ലാം ദീനിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. മുസ്ലിമായ ഒരുവന് ജീവിതത്തിൽ ഒരു മേഖലകളിലും ഇവിടെ ഞാൻ എങ്ങനെയാണ് ഇസ്ലാം ദീനിനോട് യോജിച്ച രൂപത്തിൽ പണിയെടുക്കുക ചെയ്യേണ്ടത് എന്ന് ഡൗട്ട് വരില്ല. ദീന് കൃത്യമാണ്. എല്ലായിടത്തും ഇസ്ലാം ദീനിന്റെ നിലപാടുണ്ട്. അപ്പോ നമ്മൾ ഇബാദത്തുകളിൽ വിശിഷ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യോജിച്ച രൂപത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലാണ് നമ്മൾ ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്. അങ്ങനെ അല്ല എങ്കിൽ പ്രവാചകൻ അംഗീകരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ പ്രവാചകൻ അംഗീകരിക്കുന്നു, ഇബാദത്ത് നാം തോന്നിയ രൂപത്തിൽ, നാം തോന്നിയ വണ്ണത്തിൽ, നമുക്ക് തോന്നിയ സമയത്ത്, നമുക്ക് തോന്നിയ പ്രത്യേകത നൽകി നമ്മൾ ഇബാദത്തുകളെ സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ അത് ഷഹാദത്തിന്റെ തേട്ടത്തിന് വിപരീതമാണ്. പ്രവാചകൻ പഠിപ്പിച്ച പ്രകാരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അതാണ് സുന്നത്തിനോട് യോജിക്കുക എന്ന് പറയുന്നത്. ഏതൊരു ഇബാദത്ത് ചെയ്യുന്നതിന് നമ്മൾ പറയും 2 നിബന്ധനകളുണ്ട് എന്ന്. ഏതൊരു ഇബാദത്ത് നമ്മൾ ചെയ്യണമെങ്കിലും 2 നിബന്ധനകൾ പൂർത്തിയാവണം, എങ്കിലേ ആ ഇബാദത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുള്ളൂ. ഒന്നാമത്തത് എന്താണ്? നീയത്താണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിന് വേണ്ടി മാത്രമാകണം നമ്മുടെ ആരാധന. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആകാൻ പാടില്ല. പരിപൂർണമായും അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാവണം. അത് വേറെ ഒരാൾക്കും അതിന്റെ ഒരു അംശവും നമ്മൾ കൊടുക്കരുത്. നമ്മുടെ മനസ്സിൽ നിന്നുള്ള പൂർണ്ണ പ്രതീക്ഷ അള്ളാഹുവിന്റെ തൃപ്തിയും ഇഷ്ടവും പ്രതിഫലവുമാകണം. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തേത് എന്താണ്? ഏതൊരു ദീനിൽ ഇബാദത്ത് ചെയ്യണമെങ്കിലും വേണ്ട രണ്ടാമത്തെ നിബന്ധന, ആ ഇബാദത്ത് ശരിയാവൻ എന്താണ്? അതാണ് മുവാഫഖത്തു ശറഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനോട് യോജിച്ച രൂപത്തിലാവണം. ദീനിന് എതിരാവാൻ പാടില്ല, സുന്നത്തിനോട് യോജിക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും സുന്നത്തിനോട് യോജിച്ച രൂപത്തിലാവണം. സുന്നത്തിന് വിപരീതമാകുമ്പോഴാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പൂർത്തീകരിച്ച് പഠിപ്പിച്ചു തന്ന ദീനിന് എതിരാകുമ്പോഴാണ് നമ്മൾ ബിദ്അത്താണ്, ആ ചെയ്തത് ബിദ്അത്താണ് എന്ന് പറയുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കൃത്യമായ ആ ഒരു മാർഗത്തിൽ നിന്ന് തെറ്റി ഒരു രൂപവും വണ്ണവും പ്രത്യേകതയും ശ്രേഷ്ഠതയും പറയുമ്പോഴാണ് ആ ചെയ്ത പണി, ആ പറഞ്ഞത്, ആ വിശ്വാസം അത് ബിദ്അത്താണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ ഒക്കെയും പ്രവാചകന്റെ സുന്നത്തിനോട് യോജിച്ചതാവണം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കർത്ഥം മാർഗം, രേഖ എന്നൊക്കെയാണ്, ത്വരീഖ് വഴി എന്നൊക്കെയാണ് അതിന്റെ ഭാഷയിലെ അർത്ഥം. മതപരമായി സുന്നത്ത് എന്ന് നമ്മൾ ഇവിടെ ബിദ്അത്തിന് വിപരീതമായി ഉപയോഗിക്കുമ്പോൾ സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദീൻ, ആ ദീനിനോട് യോജിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ദീനായി പഠിപ്പിച്ച കാര്യങ്ങൾ അതിനോട് യോജിച്ചത്, അതാണ് സുന്നത്ത്. അത് ചെയ്യാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടത്. നമ്മുടെ എല്ലാ ഇബാദത്തുകളും അതിനോട് യോജിക്കണം. അതിന് നേരെ വിപരീതമാണ് ബിദ്അത്ത്. ബിദ്അത്ത് എന്നതിന്റെ ഭാഷാ അർത്ഥം പുതുതായി ഉണ്ടാക്കുക എന്നാണ്. മുൻ മാതൃകയില്ലാതെ ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ അതിന് ബിദ്അത്ത് എന്ന് ഭാഷയിൽ പറയും. നമ്മൾ ഇന്നലെ ഇല്ലാത്ത ഒന്ന് പുതുതായി ഇന്നുണ്ടാക്കിയാൽ ഭാഷയിൽ, അതിന് ദീനിന്റെ കാര്യമായിക്കോട്ടെ അല്ല ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യം, അതൊക്കെ ഈ ബിദ്അത്താണെന്ന് ഭാഷയിൽ ഉപയോഗിക്കും. എന്നാൽ നമ്മൾ ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനോട് യോജിച്ച കാര്യങ്ങളാണ് സുന്നത്ത് എന്ന് പറയുമ്പോൾ, അതിന് വിപരീതമായി ബിദ്അത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ബിദ്അത്ത് എന്ന് പറയുന്നതിന്
ഒറ്റ വാക്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് ദീനായിട്ട് പറയുക. ദീനായിട്ട് നമ്മൾ ദീനിൽ പുതുതായി ഉണ്ടാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒന്നിനെ ദീനായി പഠിപ്പിക്കുക. അതാണ് മലയാളത്തിൽ നമ്മൾ ഒറ്റ വാക്കിൽ ബിദ്അത്ത് എന്താന്ന് ചോദിച്ചാൽ നമുക്കുള്ള മറുപടി ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒന്നിനെ ദീനായി പഠിപ്പിക്കുക, ദീനായി ചെയ്യുക, ദീനായി ആചരിക്കുക. അതാണ് ബിദ്അത്ത് എന്ന് നമ്മൾ മതത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ബിദ്അത്ത് വളരെയധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി ഉണ്ടാക്കുന്നതൊക്കെയും ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും അത് വഴികേടാണ്. എല്ലാ ഖുതുബകളിലും നമ്മൾ തുടക്കത്തിൽ കേൾക്കുന്ന വാചകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വളരെ ഗൗരവത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഖുതുബ പറഞ്ഞതാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ദീനില്, ഭാഷാപരമല്ല, ദീനിലെ ബിദ്അത്ത്, ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലുള്ളാഹി പഠിപ്പിക്കാത്തത് റസൂലുള്ളാഹിക്ക് ചേർത്ത് പറയുക. ദീനിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്ത് പറഞ്ഞതിന് തുല്യമാണ്. അതൊക്കെയും ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നതൊക്കെയും ളലാല, അവിടെ നല്ലതും ചീത്തയുമില്ല. ദീനിലേക്ക് ചേർക്കപ്പെട്ട് പുതുതായി ഉണ്ടാക്കുന്ന ഒന്നിന് നല്ലതും ചീത്തയുമില്ല. അതൊക്കെയും ബിദ്അത്താണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, വഴികേടുകളൊക്കെ ഈ നരകത്തിലാണ്. എല്ലാ പുതുതായി ഉണ്ടാക്കുന്നതും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ വഴികേടുകളുടെയും പര്യവസാനം നരകമാണ്, അതൊക്കെ ഈ നരകത്തിലാണ് എന്നാണ്. ബിദ്അത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് നമ്മൾ ജാഗ്രതയോടുകൂടി കാണണം. നമുക്കൊരു ശ്രദ്ധ വേണം. ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ച് അശ്രദ്ധരാകാൻ പാടില്ല. ബിദ്അത്ത് ജീവിതത്തിൽ വരാതെ പരിപൂർണമായി സുന്നത്ത് ആചരിച്ച് മരിക്കാനുള്ള ഒരു ത്വര, ഒരാഗ്രഹം അത് നമ്മുടെ ഹൃദയത്തിൽ വേണം എന്നും എല്ലായ്പ്പോഴും, മരണം വരെയും. കാരണം ബിദ്അത്ത് ചെയ്യുന്നവൻ ഒരിക്കലും മറ്റ് തിന്മകൾ ചെയ്യുന്നത് പോലെ ഇത് തിന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, അത് നന്മയാണെന്ന് വിചാരിച്ചാണ് അവൻ ബിദ്അത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന അബ്ഗദൽ ഉമൂരി ഇലല്ലാഹി അൽ ബിദ്അ, കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും കോപം ഉണ്ടാക്കുന്നതാണ് ബിദ്അത്ത്. മുസ്ലിമീങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും കോപം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ബിദ്അത്ത് എന്നത്. മാത്രമല്ല പറഞ്ഞല്ലോ, തിന്മ പോലെ തെറ്റാണെന്ന് വിചാരിച്ച് ചെയ്യണ ഒരു തിന്മ അല്ല ബിദ്അത്ത്. അതുകൊണ്ട് തന്നെ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ, ബിദ്അത്ത് അത് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമാണ്. മിനൽ മഅസിയ, തിന്മ ചെയ്യുന്നതിനേക്കാൾ, ഒരുത്തൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ, അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം അവൻ ചെയ്യുന്നതിനേക്കാൾ, അള്ളാഹു മാസിയത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തിന്മകൾ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്താണ്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണെന്നാണ് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ, ആരെങ്കിലും ദീനിൽ, ഇസ്ലാം ദീനിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നു, ദീനിൽ പഠിപ്പിക്കാത്തൊന്ന് പുതുതായിട്ട് അവൻ കൊണ്ടുവന്നു, എന്നിട്ട് യറാഹ ഹസനതൻ, അവൻ അത് നല്ലതായി കണ്ടാൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാനത് റിസാല, അവൻ വാദിച്ചിരിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. ദീനിൽ ഒരുത്തൻ പുതുതായിട്ട് ഒരു അമല് കൊണ്ടുവന്നു, ഒരു കർമ്മം കൊണ്ടുവന്നു, എന്നിട്ട് അത് ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പൊ അവൻ വാദിക്കുന്ന സത്യത്തിൽ എന്താണ്? പ്രവാചകന്റെ പ്രവാചകത്വത്തിൽ, ആ പ്രവാചകത്വം ദീൻ ഇവിടെ എത്തിക്കുന്നതിൽ പ്രവാചകൻ വഞ്ചന കാണിച്ചു എന്നാണ് ഇവൻ വാദിക്കുന്നത്. കാരണം പ്രവാചകൻ പഠിപ്പിക്കാതൊന്നല്ലേ. അതിന്റെ അർത്ഥം എന്താ? ഇത് ദീനാണെങ്കിൽ പ്രവാചകൻ അത് പഠിപ്പിക്കാതെ വിട്ടേച്ചു പോയി എന്നാണ് അർത്ഥം. അപ്പൊ പ്രവാചകന്റെ പ്രവാചകത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് ഇവൻ പറയുന്നതിന്റെ ഒരു രൂപത്തിൽ നോക്കിയാൽ. അതാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ബിദ്അത്ത് നമ്മൾ ജീവിതത്തിൽ വളരെയേറെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടത്, വിശദമായി നമ്മൾ അറിയുന്ന പോലെ കഴിയുന്ന പോലെ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ബിദ്അത്ത് എന്താണെന്ന്. ഇബ്ലീസ് മനുഷ്യരെ പെട്ടെന്ന് തെറ്റിക്കാൻ ശ്രദ്ധിക്കുന്ന താബിഈങ്ങളുടെ കാലം മുതലേ, സ്വഹാബാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം മുതലേ നമുക്ക് പിശാച് ആ രൂപത്തില് ബിദ്അത്തിലേക്ക് ജനങ്ങളെ തെറ്റിക്കാൻ ശ്രദ്ധിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് കാലത്ത് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു സമ്മതം വാങ്ങി ഇറാഖിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി കാലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇറാഖിലാണ് ജീവിച്ചത്. ഇറാഖിലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാർ ഇറാഖിൽ പ്രസിദ്ധരാണ് ദീന് കൈകാര്യം ചെയ്യുന്നിടത്ത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതകാലം ഇറാഖിൽ കഴിഞ്ഞുകൂട്ടി. ഇറാഖിലെ കൂഫയിൽ അതിനടുത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന കാലം കൂഫ പള്ളിയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. അംർ ഇബ്നു സലമ അൽ ഹംദാനി എന്ന് പറയുന്ന ഒരു താബിഈ വര്യൻ നമുക്കത് നിവേദനം ചെയ്ത് തരുന്നുണ്ട്. അംർ ഇബ്നു സലമ അൽ ഹംദാനി എന്ന് പറഞ്ഞാൽ താബിഈങ്ങളിൽ മുതിർന്ന താബിഈയായ സ്വഹാബാക്കളെ കണ്ട താബിഈങ്ങളിൽ മുതിർന്ന ഒരു താബിഈ പണ്ഡിതനാണ് അംർ ഇബ്നു സലമ അൽ ഹംദാനി. അദ്ദേഹം പറയുകയാണ്, കുന്ന നജ്ലിസു അലാ ബാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഖബ്ല സ്വലാത്തിൽ ഗദാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിലിനടുക്കൽ സുബഹി നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, സ്വഹാബിമാരിൽ തന്നെ ഉന്നതനാണ്. അന്നത്തെ കാലത്ത് ഒരു സ്വഹാബി നമ്മുടെ ഇടയിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ വലിയ കാര്യമാണ്. അപ്പൊ സുബഹി നിസ്കാരത്തിന് മുമ്പ് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറത്തു വരുന്നതും കാത്ത് അവിടെ ഇരിക്കണം. എന്തിനാണ്? പുറത്തു വരുമ്പോൾ ഫൈദാ ഖറജ മശൈനാ മഅഹു ഇലൽ മസ്ജിദ്, അദ്ദേഹം പുറത്തു വന്നാൽ അദ്ദേഹത്തോടൊപ്പം പള്ളിയിലേക്ക് പോകാനാണ്. അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന ആ സമയത്ത് കൂടി വിജ്ഞാനം അദ്ദേഹത്തിൽ നുകരാൻ വേണ്ടി അങ്ങനെ അവർ ഇരിക്കുന്ന സമയത്ത് ഫജാഅന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അപ്പൊ അവർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വീട്ടിന് മുറ്റത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കാത്ത് സുബഹിക്ക് മുമ്പ് ഇരിക്കുമ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വരികയാണ് അവരുടെ ഇടയിലേക്ക്. എന്നിട്ട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് അവരോട്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വേറൊരു സ്വഹാബിയാണ്. അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, ആ ഖറജ ഇലൈക്കും അബൂ അബ്ദുറഹ്മാൻ, അബൂ അബ്ദുറഹ്മാൻ നിങ്ങളിലേക്ക് വന്നോ? അഥവാ അബൂ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വിളിപ്പേരാണ്. അബൂ അബ്ദുറഹ്മാൻ, അബൂ അബ്ദുറഹ്മാൻ നിങ്ങളിലേക്ക് വന്നോ, എത്തിയോ? അപ്പൊ അവർ പറഞ്ഞു, ഇല്ല എത്തിയിട്ടില്ല. ഫജലസ മഅനാ ഹത്താ ഖറജ. അപ്പോ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നമ്മളോടൊപ്പം ഇരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കാത്തുകൊണ്ട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നമ്മളോടൊപ്പം അങ്ങനെ തന്നെ ഇരുന്നു. അങ്ങനെ ഫലമ്മ ഖറജ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയപ്പോൾ ഖുംനാ ഇലൈഹി ജമീഅൻ, നമ്മളെല്ലാവരും കൂടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് പോയി. ഫഖാല ലഹു അബൂ മൂസ, എന്നിട്ട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറയുകയാണ്, യാ അബാ അബ്ദുറഹ്മാൻ ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ആനിഫൻ അംറൻ അൻകർതുഹു. ഞാനിതാ ഇപ്പൊ പള്ളിയിൽ നിന്ന് ഒരു കാര്യം കണ്ടുവരികയാണ്. അത് എനിക്ക് അൻകർതുഹു, ഞാനതിനെ നല്ലതായി കാണുന്നില്ല, എനിക്ക് വെറുപ്പ് തോന്നുന്ന ഒരു കാര്യം പള്ളിയിൽ നിന്ന് കണ്ടിട്ടാണ് ഞാനിപ്പോ താങ്കളുടെ അടുക്കലേക്ക് വന്നത്. വലം അറ അൽഹംദുലില്ലാഹി ഇല്ലാ ഖൈറ. അങ്ങനെ ഒരു അനുബന്ധം കൂടി പറഞ്ഞു, നല്ലതല്ലാത്തതൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല, അൽഹംദുലില്ലാഹി ഇല്ലാ ഖൈറ, ഖൈറല്ലാത്തതൊന്നും ഞാൻ കണ്ടിട്ടില്ല, എന്നാലും എനിക്ക് നല്ലതായി തോന്നാത്ത ഒരു കാര്യമാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദ് ചോദിക്കണം, ഫമാഹു, എന്താണ് താങ്കൾ കണ്ടത്? അപ്പോൾ ആദ്യം അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തില്ല. ആദ്യം അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ ഇശ്ത ഫസതറാഹു, താങ്കൾ ജീവിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നടന്ന് പള്ളിയോട് അടുത്ത് എത്തി പള്ളിയിൽ നേരിട്ട് അത് കാണുന്നതിന് താങ്കൾ ജീവിച്ചിരുന്ന് താങ്കൾക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞ് ആദ്യം അറിയിച്ചു കൊടുത്തില്ല. രണ്ടാമത് അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ, ഞാൻ പള്ളിയിൽ ഒരു സമൂഹത്തിനെ കണ്ടു, ഹിലഖൻ ജുലൂസൻ, അവരിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പള്ളിയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. യന്തദിറൂന സ്വലാഹ്, നിസ്കാരം പ്രതീക്ഷിച്ചാണ് അവർ ഇരിക്കുന്നത്. അവർ വട്ടം വട്ടം ആയി ഹലക്കകളായാണ് അവർ ഇരിക്കുന്നത്. അതിലോ ഫീ കുല്ലി ഹൽഖത്തിൻ റജുലുൻ വഫി ഐദീഹിം ഹസ, അവരിൽ ഓരോ ഹൽഖയിലും ഒരു പുരുഷനുണ്ട്. ആ പുരുഷന്റെ അടുക്കൽ കുറച്ച് കല്ലുകളും ഉണ്ട്. ഫയഖൂൽ, എന്നിട്ട് ആ പുരുഷൻ പറയുന്നു, ഓരോ വട്ടത്തിലും ഓരോ കണ്ണിയിലുമുള്ള ഒരു പുരുഷൻ അത് പറയുന്നു, കബ്ബിറൂ മിഅ, നിങ്ങൾ 100 തവണ അല്ലാഹു അക്ബർ പറഞ്ഞുകൊള്ളിൻ. കബ്ബിറൂ മിഅ, നിങ്ങൾ ഉച്ചത്തിൽ അല്ലാഹു അക്ബർ എന്ന് 100 തവണ പറഞ്ഞുകൊള്ളിൻ. അപ്പോ ഫയുകബ്ബിറൂന മിഅ, അപ്പൊ ആ കൂട്ടത്തിലുള്ളവരൊക്കെ 100 തവണ അല്ലാഹു അക്ബർ പറയുന്നു. ഫയഖൂൽ ഹല്ലിലൂ മിഅ, ഇനി നിങ്ങൾ 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. അപ്പൊ അവരെല്ലാവരും കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. എന്നിട്ട് പിന്നെ സബ്ബിഹൂ മിഅ, 100 തവണ നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയൂ. അപ്പൊ അവരെല്ലാവരും കൂടി കൂട്ടത്തിൽ ഉച്ചത്തിൽ സുബ്ഹാനല്ലാഹ് പറയും. ഇത് കേട്ടതും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മാ ഖുൽത ലഹും ഫലിമാദാ ഖുൽത ലഹും, ഇത് കണ്ടിട്ട് താങ്കൾ എന്താണ് അവരോട് പറഞ്ഞത്? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഖുൽതു ലഹും ശൈആ ഇന്തിളാറ റഅയിക് ഔ ഇന്തിളാറ അംരിക്, താങ്കളുടെ കൽപ്പന കിട്ടുന്നത് ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല, താങ്കളുടെ അഭിപ്രായം കേൾക്കുന്നത് വരെ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. അഫല അമർതഹും അൻ യഉദ്ദു സയ്യിആതിഹിം,
താങ്കൾക്ക് അവരോട് പറഞ്ഞുകൂടായിരുന്നു അവരുടെ തിന്മകൾ എണ്ണിക്കൊള്ളാൻ? അങ്ങനെ അവരവരുടെ തിന്മകൾ എണ്ണിയിരുന്നെങ്കിൽ അത് അവരുടെ നന്മയിൽ നിന്ന് യാതൊന്നിനെയും കുറവ് വരുത്തില്ലായിരുന്നു എന്ന് താങ്കൾക്ക് അവരോട് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ഇബ്നു അസ്അലാൻഹു അബൂ മുസ അശ്അരിയോട് ചോദിക്കുകയാണ്. എന്നിട്ട് അബൂ മുസ അശ്അരിഹു ഇബ്നു അസ്അലാൻഹും അവരെല്ലാവരും കൂടി പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പള്ളിയിലെ എത്തി ആ ഹലഖ കാണുമ്പോ അബൂ ഇബ്നു മസ്ഊദ് അവരോട് ചോദിക്കണം, മാ ഹാദല്ലദി അറാക്കും തസ്നഊൻ, എന്താണ് നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യണത്? എന്താ നിങ്ങളെ പണി? മാ ഹാദല്ലദി അറ, ഞാൻ എന്ത് ചെയ്യണതാണ് നിങ്ങൾ ഈ കാണുന്നത്? അപ്പൊ അവര് പറയുകയാണ്, യാ അബാ അബ്ദുറഹ്മാൻ, അല്ലയോ ഇബ്നു മസ്ഊദ്, ഹിസൻ, ഇത് കുറച്ച് കല്ലുകളാണ്, നഅദ്ദു ബിഹി തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ്, ഇതുകൊണ്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ പറയുകയാണ്. അത് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് അവരോട് പറഞ്ഞു, ഫഉദ്ദു സയ്യിആതികും, നിങ്ങളെ തിന്മകൾ നിങ്ങൾ എണ്ണിക്കൊള്ളിൻ, ഫഅന ദാമിനുൻ അല്ലാ യദിഅ മിൻ ഹസനാതികും ഷൈ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, അങ്ങനെ നിങ്ങൾ തിന്മകൾ എണ്ണിയാൽ ആ എണ്ണൽ നിങ്ങളുടെ ഒരു നന്മയും കുറയ്ക്കൂല, അതുകൊണ്ട് ആ പണി ചെയ്തോളിൻ. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയുന്ന ഒരു വാചകമുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, ഉമ്മത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമേ നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലകതികും ഹഉലാഇ സ്വഹാബ, എന്ത് വേഗമാണ് നിങ്ങൾ നാശത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. ഹഉലാഇ സ്വഹാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് മുതവാഫിറൂൻ, അവരിതാ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സ്വഹാബത്തുണ്ട്, പ്രവാചകന്റെ സ്വഹാബത്തുണ്ട്, അവരൊന്നും മരിച്ചുപോയിട്ടില്ല. വഹാദിഹി സിയാബുഹു, പ്രവാചകന്റെ വസ്ത്രം അതിതാ ഇവിടെയുണ്ട്. ലം തുബ്ല, അത് നുരുമ്പി പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, പ്രവാചകൻ ഉപയോഗിച്ച പാത്രം അത് പൊട്ടിയിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ ഉമ്മത്തി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ സമൂഹത്തെക്കാൾ വലിയൊരു സമൂഹമാണോ നിങ്ങൾ? പ്രവാചകൻ പഠിപ്പിക്കാത്ത വലിയതൊന്നും നിങ്ങൾ പഠിപ്പിച്ച് പ്രവാചകനേക്കാൾ നല്ലവരാകാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിനേക്കാൾ നല്ലവരാണോ നിങ്ങൾ? ഔ മുഫ്തതിഹു ബാബ ദലാലത്തിൻ, അല്ലെങ്കിൽ ഒരു വഴികേടിന്റെ ഒരു ബാബ്, ഒരു വാതിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തുറക്കുകയാണോ എന്ന് ചോദിച്ചു. അവർ മറുപടി പറഞ്ഞു, മാ അറദിന ഇല്ലൽ ഖൈർ, നന്മയല്ലാതെ നമ്മൾ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇബ്നു മസ്ഊദ് അബൂ അബ്ദുറഹ്മാനെ എന്ന് തിരിച്ചു മറുപടി നൽകി. ഇബ്നു മസ്ഊദ് മറുപടി, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു, എത്ര ആൾക്കാരാണ് അവരെ നന്മ ഉദ്ദേശിക്കുന്നത്, ലൻ യുസീബഹു, അവർക്ക് നല്ലത് അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഖൗമൻ യഖറഊനൽ ഖുർആൻ, ഒരു ടീമുണ്ട് അവർ ഖുർആൻ ഓതും, ലാ യുജാവിസു തറാഖിയഹും, ആ ഖുർആൻ അവർ നാവ് കൊണ്ട് ഓതുന്നതല്ലാതെ തൊണ്ടയിൽ നിന്ന് അങ്ങ് താഴോട്ട് ഇറങ്ങൂല. യംറുഖൂന മിനൽ ഇസ്ലാമി കമാ യംറുഖുസ് സഹ്മു മിനർ റമിയ, അമ്പിൽ നിന്ന് ആ വില്ല് തെറിച്ചു പോകുന്നത് പോലെ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകും. വഅയ്മുല്ലാഹ്, അല്ലാഹുവാണ് സത്യം, മാ അദ്രി ലഅല്ല അക്സറുഹും മിൻകും, നിങ്ങളിൽ അധികം ആൾക്കാർ അവരിൽ പെടുന്നവരാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഇബ്നു മസ്ഊദ് അൻഹു താക്കീത് നൽകി. എന്നിട്ട് ഇത് റിവായത്ത് ചെയ്യുന്ന അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫറഈന ആമ്മത ഉലൈകൽ ഹൽഖ് യുതാബിഊനനാ യൗമൻ നഹ്റാനി മഅൽ ഖവാരിജ്, പിന്നെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരിൽ അധിക ആളുകളെയും പിൽക്കാലത്ത് നെഹ്റുവാൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഖവാരിജുകളുടെ ഭാഗത്ത് നിന്ന് നമ്മളോട് യുദ്ധം ചെയ്യുന്നവരായിട്ടാണ് അവരെ കണ്ടത് എന്ന്. നോക്കൂ സഹോദരങ്ങൾ, ഇവിടെ എന്താണ് അവർ ചെയ്തത്? അവർ പറഞ്ഞത് ദിക്റാണ്, അവർ കാത്തിരുന്നത് നിസ്കാരമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ വിലക്കി? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു പ്രത്യേക രൂപം, ഒരു പ്രത്യേക വണ്ണം, അതിനൊരു പ്രത്യേകത നൽകിയിട്ടുള്ള ഒരു ഇരുത്തമായിരുന്നു അത്. അതുകൊണ്ടാണ് ആ ഒരു പുതുതായി ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഇബ്നു മസ്ഊദ് അൻഹു അവിടെ വിലക്കിയത്. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചു തരുന്ന എന്ത് കാര്യവും, നമ്മൾ ദീനിൽ ചെയ്യുന്ന, നമ്മൾ ഇന്ന സമയം, ഇപ്പൊ ളുഹർ നിസ്കാരത്തിന് ദീൻ പഠിപ്പിച്ച ഒരു സമയമുണ്ട്, അതല്ലാത്തൊരു സമയം നമ്മൾ ദീനിലേക്ക് ചേർക്കാൻ പാടില്ല. അതിന് എത്ര റക്അത്തുകളാണ് ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ റക്അത്തുകളിൽ ഓരോ റക്അത്ത് ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത്, ആദ്യം എന്താണ് ചെയ്യേണ്ടത്, രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത്, കൃത്യമായി ദീൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് ആ രൂപത്തിൽ തന്നെയാകണം. ദിക്ർ നമുക്ക് എപ്പോഴും ചൊല്ലാം, പക്ഷെ ആ ദിക്ർ ഇന്ന സമയം ഇന്ന രൂപത്തിൽ ചെല്ലുന്നതിനൊരു പ്രത്യേകത, അത് നമ്മൾ ദീനിലേക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നതാണ്. ഖുർആൻ നമുക്ക് എപ്പോഴും ഓതാം, പക്ഷെ അത് ഇന്ന സമയം ഇന്ന സൂറത്ത് ഇന്ന സമയത്ത് അത് ദീൻ നമുക്ക് പഠിപ്പിച്ചു തരണം. ആ പ്രത്യേകത നമ്മൾ കൊടുക്കണമെങ്കിൽ അത് ദീൻ നമുക്ക് പഠിപ്പിച്ചു തരണം. അത് പഠിപ്പിച്ചു തരാത്ത കാലത്തോളം നമ്മളായിട്ട് ഒരു പ്രത്യേകത ദീനിൽ ഉണ്ടാക്കാൻ പാടില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും പ്രകാരം ദീൻ ആചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും മേകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും മേകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ, ഇസ്ലാം ദീനിലെ ബിദ്അത്ത് അത് എത്രമേൽ ഗൗരവമുള്ളതാണ് എന്നറിയാൻ നമുക്ക് സഹായകമാവുന്ന ചില നബിവചനങ്ങളും ചരിത്രവുമാണ് നിങ്ങളുടെ മുമ്പിൽ ഉണർത്തിയത്. അടിസ്ഥാന വിവരവും നമ്മൾ മനസ്സിലാക്കി എന്താണ് ബിദ്അത്ത് എന്ന്. ഇന്ന് ബിദ്അത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ബിദ്അത്ത് വരുന്നത്, എങ്ങനെയാണ് ഒരു കാര്യം ബിദ്അത്ത് ആവുക എന്ന് തുടങ്ങി അടിസ്ഥാനപരമായി ഒരു സാധാരണ മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിഷയങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ നമുക്കത് മനസ്സിലാക്കാം. പലപ്പോഴും പലരും ബിദ്അത്ത് ആണെന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അത് ബിദ്അത്ത് അല്ല, എന്നാൽ ബിദ്അത്ത് അല്ല എന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ബിദ്അത്താണ്. അപ്പോൾ അതിന് നമ്മൾ സാധാരണയായി ആർക്കും മനസ്സിലാവുന്ന രൂപത്തിലുള്ള ചില മാനദണ്ഡങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഏറെക്കുറെ പെട്ടെന്ന് ഒരു കാര്യം ബിദ്അത്താണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ദീന് മനസ്സിലാക്കി ജീവിതം മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ ആചരിച്ച് ഒരു യഥാർത്ഥ സുന്നിയായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും മേങ്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സുബ്ഹാനഹു തആല സ്വാലിഹീങ്ങളായ മക്കളാക്കി ഇഹലോകത്തും പരലോകത്തും കൺകുളിർമയുള്ള മക്കളാക്കി മാറ്റി തരട്ടെ. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും കുടുംബപരമായും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൂരീകരിച്ച് പരിപൂർണ ആഫിയത്ത് നൽകി മുഅ്മിനീങ്ങളായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും മേകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ اقض عنا حاجاتنا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.